എല്ലാവർക്കും ഹായ്. അപ്പോ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് 2025 മമ്മൂട്ടിയുടെ ആദ്യത്തെ സിനിമയാണ്. മമ്മൂട്ടിയുടെ ആദ്യത്തെ സിനിമ എന്നതിലുപരി ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകതയോടെ ഉണ്ട്. തമിഴിലെ ഏറ്റവും മികച്ച സംവിധായകൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെറ്ററൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ഡയറക്ടർ, കിഡു ഡയറക്ടർ ആയിട്ടുള്ള ഗൗതം വാസുദേവ് മേനോന്റെ ആദ്യത്തെ മലയാള സംവിധാന സംരംഭം എന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ രണ്ട് കാരണങ്ങൾ മതി ഈ സിനിമ നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ ചൂസ് ചെയ്യാൻ. പിന്നെ ഇതിന്റെ ട്രെയിലർ കണ്ടു. ട്രെയിലർ ഒട്ടും ഇംപ്രസീവ് അല്ലായിരുന്നു. ട്രെയിലറിൽ ഒരു തനി സീരിയൽ ലെവലിലുള്ള ഒരു തണുപ്പൻ ട്രെയിലർ ആയിരുന്നു. അത് കണ്ടു. പക്ഷെ ജസ്റ്റ് എല്ലാ സിനിമകളും കാണുന്നതല്ലേ, അപ്പൊ പിന്നെ മമ്മൂട്ടിയുടെ ഒരു സിനിമയല്ലേ കണ്ടു കളയാമെന്ന് പറഞ്ഞ് ഞാനും കണ്ടു. അപ്പോ ഗൗതം വാസുദേവ് മേനോൻ, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫാനാണ്. മമ്മൂട്ടി എനിക്ക് ഇഷ്ടമാണ്. അപ്പോ ഈ രണ്ടുപേരും ഒത്തൊരുമിക്കുന്ന ഒരു സിറ്റുവേഷൻ. പിന്നെ അതേപോലെ 2024 എന്നുള്ള വർഷത്തിൽ കണ്ടിന്യൂസ് കിടിലം സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള ആളാണ് മമ്മൂട്ടി. ഇനി ഒരിക്കലും മമ്മൂട്ടി അങ്ങനെ താഴോട്ടൊരു പോക്ക് പോകില്ല എന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ കണ്ട സിനിമയാണ്. വെറുതെ കണ്ടു, കാഷ്വൽ ആയിട്ട് കണ്ടു. വലിയ സംഭവമൊന്നും ആയിരിക്കില്ല എന്ന് പറയാൻ കണ്ടു. കണ്ടിരിക്കാം, കൊള്ളാമായിരിക്കും എന്ന് കരുതി കണ്ടു. അപ്പോ അതാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. സിനിമ കണ്ടു തുടങ്ങി. അധികം അമിത പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഒരു വാച്ച്, ഒരു ബോറടിക്കാത്തൊരു വാച്ച്. സിനിമ കണ്ടു, സിനിമ തുടങ്ങി. രസകരമായ ഒരു തുടക്കമായിരുന്നു. സിമ്പിൾ ആയിട്ടാണ് സിനിമ പോകുന്നത്. ഒരു ഭയങ്കര ഹൈപ്പുള്ള ഒരു പടമൊന്നുമല്ല. പടം സൈലന്റ് മൂഡാണ്. സൈലന്റ് മൂഡിൽ സിനിമ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് തമാശ ഫലിതം നിറഞ്ഞ സിറ്റുവേഷനിലൂടെയൊക്കെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഡിക്റ്റേറ്റീവ്, അതായത് ഒരു പ്രൈവറ്റ് ഡിക്റ്റേറ്റീവ്, അതായത് പോലീസിൽ നിന്നും നമ്മളെ റിട്ടയർമെന്റ് വാങ്ങിച്ചു വന്ന അല്ലെങ്കിൽ രാജിവെച്ചു വന്ന ഒരു പോലീസുകാരൻ ഒരു പ്രൈവറ്റ് ഡിക്റ്റേറ്റീവ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു ഡിക്റ്റേറ്റീവ് ഏജൻസി, അതിൽ കൊച്ചു കേസുകളൊക്കെ അങ്ങനെ ഡീൽ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കളഞ്ഞു പോയൊരു പേഴ്സ് കിട്ടുന്ന ഒരാൾക്ക്. അപ്പോ ആ പേഴ്സിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് അറിയാൻ വേണ്ടി അതിന്റെ പിന്നാലെ അന്വേഷിച്ചു പോകുന്നു. അത് പിന്നെ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നു. അത് വലിയൊരു കേസായി മാറുന്നു. മാൻ മിസ്സിംഗ് ആയി മാറുന്നു, കൊലപാതകമായി മാറുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ പടം ഇങ്ങനെ പോയി ഒടുവിൽ എപ്പോഴും മലയാളത്തിന്റെ സ്ഥിരം ട്രെൻഡ് ആണല്ലോ, ഒരു വമ്പൻ ട്വിസ്റ്റ് അല്ലെങ്കിൽ സസ്പെൻസ്, ഇതൊക്കെ ഉണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ അങ്ങനെ സിനിമ കണ്ടു. എന്തൊക്കെ ഉണ്ടെങ്കിലും സിനിമ എന്ന് പറഞ്ഞാൽ എൻഗേജിങ് ആയിരിക്കണം, ബോറടിക്കരുത്. ഇന്നത്തെ കാലത്ത് ഞാൻ പറയുന്ന പോലെ കാശിനും സമയത്തിനും വലിയ വിലയുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തിയേറ്ററിൽ പോയി ഇങ്ങനെ ഇരുന്നൊരു സിനിമ കാണുമ്പോൾ ഒരു നിമിഷം പോലും ബോറടിക്കാതെ കൊണ്ടുപോകണം. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ വീഡിയോ റിവ്യൂ ചെയ്തില്ല, രേഖാചിത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു ഫിലിമായിരുന്നു. എല്ലാ തരത്തിലും മികച്ചു നിൽക്കുന്ന ഒരു പെർഫെക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് എനിക്ക് രേഖാചിത്രം ഫീൽ ചെയ്തു. അങ്ങനെ നോക്കിയാൽ അങ്ങനെയുള്ള സിനിമ രേഖാചിത്രത്തിന്റെ ഒന്നും നിഴൽ വെട്ടത്ത് നിർത്താൻ കൊള്ളാത്ത രീതിയിലുള്ള ഒരു പൂർണ്ണ പരാജയം എന്ന് തന്നെ പറയാം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആവറേജ് എന്നല്ല, ഒരു ബിലോ ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പടം തുടങ്ങി ഒരു 30 മിനിറ്റിനപ്പുറം സ്ക്രീനിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത ബോറനായിട്ടുള്ള ഒരവസ്ഥ. സിനിമ നേരെ താഴേക്ക്, ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത വളരെ ബോറൻ അനുഭവമായി മാറുന്നു ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം. സ്ക്രീനിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. മോശമായ സംവിധാനം, മോശമായ തിരക്കഥ, മോശമായ സംഭാഷണങ്ങൾ. മമ്മൂട്ടി ഒഴികെ, അല്ലെങ്കിൽ മമ്മൂട്ടിയാണ് ഉള്ളതിൽ കുഴപ്പമില്ല, ബെസ്റ്റ് ഓഫ് ഓൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബെറ്റർ ഓഫ് ഓൾ എന്ന് പറയാം. അതായത് ഉള്ളതിൽ കുഴപ്പമില്ലാത്ത ഒരാൾ മമ്മൂട്ടിയുടെ കുറച്ച് ഡയലോഗ്സും മറ്റു കാര്യങ്ങളും ഫലിതം നിറഞ്ഞ ഒരു ക്യാരക്ടറാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ള ഒരു തോന്നലല്ലാതെ കൂടെ ഉള്ള എല്ലാവരും, ബാക്കിൽ നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ കൊച്ചു റോള് കൈകാര്യം ചെയ്യുന്ന എല്ലാവരും വളരെ മോശമായ പെർഫോമൻസുകൾ, വളരെ മോശമായ ഡയറക്ഷൻ, വളരെ മോശമായ സ്ക്രിപ്റ്റ്, വളരെ മോശമായ ഡയലോഗ്സ്, ഇതെല്ലാം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. ഒരു നിമിഷം പോലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ സ്ക്രീനിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഈ സിനിമ. എന്ത് പറ്റിയെന്നറിയില്ല. എനിക്ക് അത്ഭുതം തോന്നിയത് ഗൗതം വാസുദേവ് മേനോനെ പോലുള്ള കാക്ക വാരണമായിരം, നമ്മളെ വേട്ടയാട് വിളയാട് എന്നുള്ള സിനിമകൾ പോലുള്ള കിടിലം മറക്കാനാവാത്ത സിനിമകൾ ചെയ്ത ഒരു അടിപൊളി ഡയറക്ടറായിട്ടുള്ള ഇദ്ദേഹം എന്താണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഇതാണ്. കാണുമ്പോൾ ഞെട്ടിപ്പോവും ശരിക്കും. ഒരു ഡയറക്ഷൻ മോശമാണ്, വളരെ മോശമാണ്. ഒരു കഥാപാത്രം, ഒരു വ്യക്തിയെ കൊണ്ട് നല്ല രീതിയിൽ ആ റോള് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ബോറൻ എക്സ്പീരിയൻസ്. അത് ശരിക്കും നമ്മൾ ട്രെയിലർ കാണുന്നത് പോലെ തന്നെയാണ്. ഒരു സീരിയൽ, ഒരു ഇൻവെസ്റ്റിഗേഷൻ സീരിയൽ.
TV സീരിയലിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടാൽ എങ്ങനെ ഫീൽ ചെയ്യും, അത് തന്നെയാണ് ഈ സിനിമ. കൂടുതലൊന്നും പറയാനില്ല. മണ്ടത്തരങ്ങളൊക്കെ ഒരുപാടുണ്ട്, കുറെ മണ്ടത്തരങ്ങളുണ്ട്. ഈ കോമഡി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സ്മൈൽ ചിലപ്പോ വന്നാലായി, അത്ര നിലവാരം കുറഞ്ഞ കുറച്ച് കോമഡികൾ. പിന്നെ എന്ത് പറയാൻ, മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. ഇനി അവസാനം ക്ലൈമാക്സ് എന്ന് പറയുന്ന സംഭവം വലിയ ഗുമ്മുള്ള എന്തോ ഒരു വലിയൊരു സംഭവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ കഥയിൽ. അത് കാണിക്കുമ്പോൾ പോലും നമുക്ക് യാതൊരുവിധ ഫീലും തോന്നുന്നില്ല. കാരണം അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയായാലും അതിലുള്ള ചില വ്യക്തികളുടെ പെർഫോമൻസുകളായാലും ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു സിനിമാറ്റിക് ഫീല് ഉണ്ടായില്ല. ഒരു തരത്തിലും സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഫീല് എനിക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടിയില്ല. കാണുന്നത് ഒരു സിനിമയാണെന്ന് തോന്നിയില്ല. മമ്മൂട്ടിയെ കാണുമ്പോൾ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് എന്ന് തന്നെ എനിക്ക് തോന്നിയത്. അങ്ങനെയുള്ള ഒരു അവസ്ഥ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഒട്ടും തൃപ്തിയില്ലാത്ത, വളരെ മോശം അഭിപ്രായം തന്നെയുള്ള ഒരു സിനിമയാണ്. ഇങ്ങനെയുള്ള ഒരു നടൻ, ഇങ്ങനെയുള്ള ഒരു സംവിധായകൻ, ഇങ്ങനെയുള്ള ഒരു ഫിലിം കമ്പനി, അതേ മമ്മൂട്ടി കമ്പനി തന്നെയാണ് പ്രൊഡക്ഷൻ, ഇവരൊന്നും ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്തു തരാൻ പാടില്ലായിരുന്നു. നമ്മൾ കാശ് കൊടുത്താണ് സിനിമ കാണുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് സ്പേസ്. 2025 മമ്മൂട്ടിയുടെ തുടക്കം തന്നെ പിഴച്ചു എന്ന് തന്നെ പറയാം, സംശയമില്ലാതെ പറയാം. എന്റെ അനുഭവമാണ് പറഞ്ഞത്. എനിക്ക് ഉറപ്പുണ്ട് ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇങ്ങനെയുള്ള അനുഭവം തന്നെയായിരിക്കും. നമുക്കൊരിക്കലും സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗ്രിപ്പില്ലാത്ത ഒരു കഥയും തിരക്കഥയും, ടോട്ടലി ഒരു ഫിലിം, ഗ്രിപ്പ് കിട്ടാത്ത ഒരു ഫിലിം. എന്റെ മനസ്സൊക്കെ പലതവണ പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഒരിക്കലും ആ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതിന്റെ പ്രധാന കാരണം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു പണ്ടത്തെ സ്റ്റൈൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഈ 2000-ലും 90-കളിലൊക്കെ കണ്ടേ, വണ്ടി എടുക്കുന്നു, അവിടെ പോകുന്നു, ഒരാളെ കാണുന്നു, കുറെ കാര്യങ്ങൾ ചോദിക്കുന്നു, പറയുന്നു. ഇപ്പുറത്ത് വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു, അവിടെ ഉള്ള ഒരാളെ കാണുന്നു, കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇങ്ങനെ സംസാരം തന്നെ. സംസാരത്തിലൂടെ എന്തൊക്കെയോ പരസ്പരം പറയുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ നമുക്ക് ഡേറ്റുകളും ലിങ്കുകളും വ്യക്തികളുടെ പേരുകളും ഇതെല്ലാം കൊണ്ടങ്ങ് കൺഫ്യൂഷനായി ആകെപ്പാടെ കയ്യിന്ന് പോകുന്ന രീതിയിലുള്ള ഒരു സംഭവം. എന്നാൽ ഇതിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒന്നുമില്ല. ഈ കഥ കേട്ട് മമ്മൂട്ടി ഇംപ്രസ്ഡ് ആയി എന്നൊക്കെ പറയുന്നു. ആരും ഇംപ്രസ്ഡ് ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പൊ വിഷമമുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ ഒരു വീഴ്ച ഫസ്റ്റ് കണ്ടു തുടങ്ങി ഈ വർഷം. അപ്പോ അടുത്ത സിനിമയുടെ റിവ്യൂ പറയുന്നവരെ എല്ലാവർക്കും ബൈ.